ഹോസ്റ്റലിൽ നിന്ന് രാവിലെ 6:00 തന്നെ ഇറങ്ങി. ഇന്ന് ഏതായാലും ചേമ്പ്ര പീക്ക് ഒന്ന് കയറാമെന്ന് കരുതി. ഞാൻ ആൾറെഡി ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചേമ്പ്ര പോവുകയാണെങ്കിൽ ഓൺലൈനിലും ഓഫ്‌ലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓഫ്‌ലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ടിക്കറ്റ് കൗണ്ടറിൽ വന്നിട്ട് ടിക്കറ്റ് എടുക്കണം. രാവിലെ 7 മണി തൊട്ടിട്ട് 9 മണി വരെയാണ് ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്നത്. ഒരു ദിവസം 88 ടിക്കറ്റ്, അതായത് 44 ടിക്കറ്റ് ഓൺലൈനും 44 ടിക്കറ്റ് ഓഫ്‌ലൈനായിട്ടാണ് കൊടുക്കുന്നത്. ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട വെബ്സൈറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ടിക്കറ്റ് കൗണ്ടറിൽ വന്നിട്ട് നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചിട്ട് ഒരു പ്രിന്റഡ് ടിക്കറ്റ് തരും. ടിക്കറ്റ് കൗണ്ടറിന് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട് ചേമ്പ്രയുടെ ചെക്ക് പോയിന്റിലോട്ട്. എനിക്ക് അവിടുന്ന് ഒരു സുഹൃത്തിനെ കിട്ടി. ആ സുഹൃത്തിനൊപ്പമാണ് ഞാൻ 2 കിലോമീറ്റർ ചെക്ക് പോയിന്റ് വരെ വന്നത്. പുള്ളിയുടെ പേരും ഗോവിന്ദൻ എന്നാണ്. പുള്ളി ഇതുപോലെ തന്നെ ചേമ്പ്ര കയറാനായിട്ട് വന്നതാണ്. അപ്പോൾ പുള്ളി ബൈക്കിലാണ് വന്നത്. അപ്പോൾ പുള്ളിന്റെ പുറകെ കയറിയിട്ട് ഞാൻ ഈ ചെക്ക് പോയിന്റ് വരെ വന്നു. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഒരുമിച്ച് ചേമ്പ്ര കയറാമെന്ന് കരുതി. ഏകദേശം നമുക്ക് 2.5 കിലോമീറ്റർ നടന്ന് വേണം ചേമ്പ്രയുടെ ടോപ്പ് ആയിട്ടുള്ള ഹൃദയ തടാകത്തിലൂടെ എത്താനായിട്ട്. ചെക്ക് പോയിന്റ് ഒരു കഷ്ടിച്ച് 1/2 കിലോമീറ്റർ നടന്നു വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വാച്ച് ടവർ കാണാൻ പറ്റും. ഈ വാച്ച് ടവറിന്റെ അവിടെ ഒരു ഫോറസ്റ്റ് ഗാർഡ് ഉണ്ട്. ഇവർ നമുക്ക് വാക്കിംഗ് സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ തരും. നമുക്ക് ബാത്റൂം ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. മറ്റ് ട്രക്കിങ്ങിന് ചേമ്പ്രയെ വ്യത്യസ്തമാക്കുന്ന ഹൃദയ തടാകമാണ്. ഒരു ഹാർട്ട് ഷേപ്പ് ലേക്ക് ഉണ്ട് ചേമ്പ്ര ടോപ്പിൽ. അതൊരു സ്വീറ്റ് സ്പോട്ടാണ്. ഇനിയുള്ള 1/2 കിലോമീറ്റർ നമുക്ക് കാട്ടുകൂടെയാണ് യാത്ര ചെയ്യാനുള്ളത്. അവിടെ നമ്മൾ പോകുമ്പോൾ മലയണ്ണാനൊക്കെ കാണാൻ പറ്റിയിട്ടോ. കുറച്ച് കഴിഞ്ഞാൽ കയറ്റം തുടങ്ങും. വീണ്ടും ഒരു അരമണിക്കൂറോളം നമുക്ക് നല്ല കയറ്റാണ്. വയനാട്ടിലെ മറ്റു ട്രക്കിങ്ങുകളായ ബാണാസുര ഹിൽ ട്രക്കും അതുപോലെ തന്നെ ബ്രഹ്മഗിരി ട്രക്കിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ചേമ്പ്രയിൽ ഇത്തിരി ഇഷ്ടപ്പെടായ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ടിക്കറ്റ് കോസ്റ്റ് ആണ്. ഒരാൾക്ക് 800 രൂപയാണ് ടിക്കറ്റ് ചാർജ് ചെയ്യുന്നത്. അതിനുള്ള സർവീസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. മറ്റ് ബാണാസുര ട്രക്കിംഗ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ബ്രഹ്മഗിരിന്റെ അകത്ത് നമുക്കൊരു ഫോറസ്റ്റ് ഗാർഡോ ഗൈഡോ എപ്പോഴും കൂടെ ഉണ്ടാവും. എന്നാൽ ഈ ട്രക്കിങ്ങിന് അങ്ങനെ ഉണ്ടായില്ല. നമുക്ക് ഒരു പോയിന്റിൽ ഫോറസ്റ്റ് ഗാർഡ് വെയിറ്റ് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോറസ്റ്റ് ഗാർഡുകളാണ് നമുക്ക് വഴി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വെള്ളത്തിന്റെ ഒരു പോയിന്റ് ഉണ്ട്. അവിടുന്ന് വെള്ളം നമുക്ക് റീഫിൽ ചെയ്തിട്ട് നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങി. മേലെത്തിയപ്പം ക്ലൈമറ്റ് ഒക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കോടയും ഒരു മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു ഫീൽ വരാൻ തുടങ്ങി. ഇവിടുന്ന് ഏകദേശം വീണ്ടും ഒരു 1/2 കിലോമീറ്ററോളം ട്രക്ക് ചെയ്ത് പോകാനുണ്ട് നമുക്ക് ടോപ്പിലെത്താനായിട്ട്. ടോപ്പിലാണ് നമ്മുടെ ഹൃദയ തടാകം ഉള്ളത്. ആ വിശേഷങ്ങളും ആ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം.